ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചീരച്ചേമ്പ്. ചീരച്ചേമ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതിൻ്റെ സാധാരണ നമ്മൾ ചേമ്പ് കറി വെക്കും, പക്ഷെ ചേമ്പിൻ്റെ ഇല എടുക്കാറില്ല. അപ്പം പത്രോട ഉണ്ടാക്കാൻ ഒക്കെ എടുക്കാറുണ്ട്, പക്ഷെ എന്നാലും മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതാണെങ്കിൽ തണ്ടും ഇലയൊക്കെ എടുത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ചേമ്പ്, പക്ഷെ അതിൻ്റെ ഇല കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കണ്ട ഈ ഭാഗമില്ലേ, ഇത് ഒരു അത്ര ഷാർപ്പല്ല, പക്ഷെ ഈ ചേമ്പിൻ്റെ ഇത്തിരി വ്യത്യാസമുണ്ട്. ബാക്കി ഒക്കെ ഏകദേശം ഷെയ്പ്പിന് വ്യത്യാസമാണ്. കണ്ട ഇതിൻ്റെ എൻ്റെ ഒരു കറുടാണ്, ഇത് കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിന് ചേമ്പ് ഉണ്ടാവില്ല, ചേമ്പ് വിത്തുണ്ടാവില്ല. അപ്പം എൻ്റെ ഒരു ചെറിയൊരു ചേമ്പാണ്. ഞാനിത് ഇതുവരെയും മെഴുക്കുവരട്ടിയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സംഘടിപ്പിച്ചാണ്, എൻ്റെ റിലേറ്റീവ് എനിക്ക് കൊണ്ടുത്തന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ചീരച്ചേമ്പ് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ അപ്പോൾ നല്ല സുഖമുണ്ടായിരിക്കും. ഗ്രോ ബാഗിലായാലും 2-3 വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചീര കഴിക്കണമല്ലോ. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ചീര കഴിക്കണം നല്ലതല്ലേ. ഡെയിലി ആയാലും നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനുപയോഗിക്കാൻ പറ്റും.